അപ്പൊ താങ്കൾ അണി ബാലേന്ദ്രൻ, താങ്കളുടെ ഒരു ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? എനിക്കൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കുറച്ച് സ്ത്രീകളെങ്കിലും UDF വോട്ട് ചെയ്യാൻ ഇത് കാരണമായിട്ടുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് സൗജന്യ യാത്രയ്ക്കൊന്നും ഞങ്ങൾ എതിരല്ല. തൊഴിലാളികളുടെ ആശങ്കയുണ്ട് തൊഴിലാളികൾക്ക്. കാരണം നിലവിൽ കഴിഞ്ഞ മാസം വരെ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് KSRTCയിൽ ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 14,102 കോടി രൂപയാണ് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. എല്ലാ മാസവും പെൻഷന് വേണ്ടി 73 കോടി രൂപ, ശമ്പളം കൊടുക്കാൻ വേണ്ടി 50 കോടി രൂപ, അങ്ങനെ 123 കോടി രൂപ എല്ലാ മാസവും കൊടുത്തുകൊണ്ടാണ് ഈ ശമ്പളം ഇപ്പോൾ കൃത്യമായി കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഈ വരുന്ന അധിക ബാധ്യത. ആ അധിക ബാധ്യത എങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളെ സംബന്ധിച്ച ആശങ്ക. ഈ 123 കോടിയെ കൂടാതാണ് ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യത കൂടി. അത് എത്രയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ഇത്ര കോടിയാണ് നഷ്ടമെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം KSRTCയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ഥിരം യാത്രക്കാർ സ്ത്രീകളാണ് സ്ഥിരം യാത്രക്കാർ കൂടുതൽ. പുരുഷന്മാർ വളരെ തുച്ഛമെന്നല്ല പറയുന്നത്, അവർ മറ്റ് വാഹന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അന്നേരം നമുക്ക് ഇപ്പോൾ ഇത്ര നഷ്ടം ഉണ്ടാകും എന്ന് പറയാൻ കഴിയത്തില്ല. ഓരോ മാസവും ഇത് മാറും. അതുമാത്രമല്ല, വണ്ടി ഓടാത്തൊരു സ്ഥിതിയിലേക്ക് വരെ പോകാം. ശമ്പളം മുടങ്ങുന്നതും അതുപോലെ തന്നെ കാരണം ഇപ്പം ഇന്ധന വില വർധനവ്, ഡീസൽ വില വർധന ഇപ്പം 104 ആയി മാറി. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. അന്നേരം ഡീസൽ അടിക്കാനുള്ള അധിക ചെലവ് പോലും ഈ പറയുന്ന നിലയിലേക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രശ്നം ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക ഇതാണ്.